ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാഠഭാഗത്തിലെ ക്ലാസ്സുകളാണല്ലേ. അപ്പോൾ നമ്മൾ 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ഹിസ്റ്ററിയിലെ തന്നെ 3ാമത്തെ അധ്യായമാണ്. അപ്പോൾ മറ്റ് 2 ക്ലാസ്സുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഈ 3ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ ആദ്യം തന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു കുറിപ്പാണല്ലേ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. മഴക്കാലം, നാട്ടിലാർക്കും പണിയില്ല. ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അച്ഛൻ്റെ കൂടെ ഞാനും കടയിൽ പോയി. അച്ഛനെ കാണേണ്ട താമസം. മുമ്പ് സാധനങ്ങൾ കടം വാങ്ങിയ വകയിൽ കുറേയേറെ പണം കൊടുക്കാനുണ്ടെന്ന് കടക്കാരൻ ഓർമ്മിപ്പിച്ചു. കയ്യിൽ കരുതിയ പണം അച്ഛൻ അദ്ദേഹത്തിന് നൽകി. അച്ഛൻ അന്ന് കുറേ വിഷമിച്ചു. 1 രൂപയ്ക്ക് പോലും എന്തു വിലയാണ്? പണമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. എല്ലാം നേരെയാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഈ കടക്കാരൻ പറയുന്നുണ്ട്, ഇനിയും കടം തരാൻ കഴിയില്ല, ഞാനും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നുണ്ട്. ഈ കുറിപ്പ് പറയുന്നത് എന്താണ്? മഴക്കാലത്തെക്കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ടീച്ചറുടെ നിർദ്ദേശാനുസരണം അനു തയ്യാറാക്കിയ കുറിപ്പിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അനുവും കുടുംബവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുറിപ്പിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? അനുവും കുടുംബവും മഴക്കാലത്ത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് ഈ ഒരു കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? മഴക്കാലത്തുണ്ടാകുന്ന തൊഴിൽ ദൗർലഭ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കടബാധ്യതയെക്കുറിച്ചും ദാരിദ്ര്യത്തിനെക്കുറിച്ചും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണമില്ലായ്മയെക്കുറിച്ചുമെല്ലാമാണ് ഈ ഒരു കുറിപ്പിലൂടെ ഇവിടെ അനു പങ്കുവയ്ക്കുന്നത്. പിന്നീട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് പറയുന്നത്? അനു മനസ്സിൽ ചിന്തിക്കുകയാണ്, പണമുണ്ടായിരുന്നെങ്കിൽ അച്ഛന് കടം വാങ്ങാതിരിക്കാനോ കൃത്യസമയത്ത് കടം വീട്ടാനോ കഴിയുമായിരുന്നു. പണമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പണമുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം. ഈ കാര്യങ്ങളെല്ലാം അനു സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നാണ് അനു ചിന്തിക്കുന്നത്? പണത്തിൻ്റെ ലഭ്യതക്കുറവ് മാത്രമാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായി അനു കണ്ടെത്തുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാണ് അനു കരുതുന്നത്. എന്തുകൊണ്ടായിരിക്കാം അനു ഇത്തരത്തിൽ ചിന്തിക്കുന്നത്? വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് സാധാരണയായി കാണുന്ന കാര്യങ്ങളെയാണ്. വ്യക്തികൾ തങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താറുണ്ട്. സാമൂഹീകരണ പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് മറ്റു ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളെ പൊതുവിൽ സമീപിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇത്തരം സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതിനെല്ലാം നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്? സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ കോമൺ സെൻസ് നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്താറ്? മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ, സാമൂഹീകരണ പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളുടെയും ശീലങ്ങളുടെയും അടിസ്ഥാനത്തിൽ. ഇനി എന്താണ് സാമാന്യ ബോധജ്ഞാനം എന്ന് നോക്കാം. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേരിടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം. ഈ അറിവുകൾ ഔപചാരിക അറിവുകളല്ല, മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കാം. സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്. അതുപോലെ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ്. ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹീകരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ കോമൺ സെൻസ് വെച്ച് കിട്ടുന്ന വേറെയുള്ള അറിവുകളാണ് ചൂട് പ്രതലത്തിൽ ഐസ് പെട്ടെന്ന് അലിയും, അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ സസ്യങ്ങൾ ഉണങ്ങിപ്പോകും, ആഹാരം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകണം. ഇതെല്ലാം എന്താണ്? നമ്മൾക്ക് ആരെങ്കിലും പറഞ്ഞോ പഠിപ്പിച്ചോ എഴുതിയോ പഠിക്കുന്നതാണോ? അല്ല അല്ലേ. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ നിരീക്ഷിച്ചും എല്ലാം കണ്ടെത്തുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവും എന്താണെന്ന് നോക്കാം.
വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയുമാണെന്ന് കണ്ടല്ലോ. വഴക്കങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപം കൊള്ളുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തിനെല്ലാം അടിസ്ഥാനമാക്കിയാണ്? വഴക്കങ്ങളിലൂടെയും ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ ഇവയെല്ലാം അടിസ്ഥാനമാക്കിയാണ്. പലപ്പോഴും ഇതിനു പിന്നിലെ മറ്റ് വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല. കടബാധ്യത എന്ന സാമൂഹിക പ്രശ്നമാണ് അനുവും കുടുംബവും നേരിടുന്നത്. ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്ത് അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായും കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ആ വ്യക്തിയുടെ അലസതയും തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മയുമായിരിക്കാം ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. വ്യക്തിപരമായ പരാജയം മാത്രമാണ് ദാരിദ്ര്യത്തിന് കാരണമെന്നാണ് പലരും കരുതുന്നത്. ഇത്തരം അറിവുകൾ നമ്മൾ എവിടെ നിന്നാണ് രൂപീകരിക്കുന്നത്? സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ്, അല്ലേ? അപ്പോൾ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, പൊതു നിരീക്ഷണങ്ങളിലൂടെ, അതുപോലെ തന്നെ ദൈനംദിന ധാരണകളിലൂടെ, അനുമാനങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും സാംസ്കാരിക അറിവുകളിലൂടെയും എല്ലാമാണ് നമ്മൾ ഈ ഒരു സാമാന്യ ബോധജ്ഞാനം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സാമൂഹിക പ്രശ്നം അഥവാ സോഷ്യൽ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം. ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി കണക്കാക്കാറില്ല. സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമോ ആയി സാമൂഹിക പ്രശ്നത്തെ കണക്കാക്കുന്നു. ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ പ്രശ്നപരിഹാരത്തിനായി എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന സാമാന്യ ബോധജ്ഞാനത്തിലൂന്നിയ ചില പ്രസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല. അധിക സമയം പഠനത്തിലേർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം. ഇത്തരത്തിലുള്ള കുറച്ച് പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ നമുക്ക് വിശകലനം ചെയ്യാം. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ല എന്നൊരു പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? ഇവിടെ ആഗോളതാപനം കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? വരൾച്ച, വെള്ളപ്പൊക്കം, മഞ്ഞുരുകൽ, ജീവികളുടെ വംശനാശം, കൃഷിനാശം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മനുഷ്യരുടെ എന്തെല്ലാം പ്രവൃത്തികളായിരിക്കാം ആഗോളതാപനത്തിന് കാരണമാകുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ്? വനനശീകരണം, വാഹനപ്പെരുപ്പം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മനുഷ്യരുടെ പ്രവൃത്തികളാണ്. ഇവയെല്ലാം ആഗോളതാപനത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോളതാപനത്തിനും എല്ലാം പിന്നിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്കും പങ്കുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന സാമാന്യ ബോധജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നു കാണാം. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ രൂപീകരിക്കുകയാണ്. അത് നമുക്ക് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ വരുന്നതാണ്, അറിവാണ്. അപ്പോൾ ഈ അറിവ് പൂർണ്ണമായും ശരിയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ പലപ്പോഴും ഭാഗികമാണ് എന്ന അനുമാനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രസ്താവന നോക്കാം. അധിക സമയം പഠനത്തിലേർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒരുപോലെയാണോ? വ്യക്തിഗത പഠന രീതികളും പഠനശൈലികളും പഠനത്തെ സ്വാധീനിക്കാറില്ലേ? പഠനത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രം അത് കാര്യക്ഷമമാകണമെന്നില്ല. പഠന മികവ് നേടാൻ ഇതിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? സംഘം ചേർന്ന് പഠിക്കാം, അല്ലേ? അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുത്തുകൊണ്ട് പഠിക്കാം. ദൃശ്യമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം. ലളിതമായ കോഡുകളുടെ സഹായത്തോടെയും ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കിയും നമുക്ക് പഠിക്കാം.
അപ്പോൾ കൂടുതൽ സമയം നമ്മൾ വായിച്ച് അല്ലെങ്കിൽ എഴുതി പഠിച്ചത് കൊണ്ട് മാത്രമേ നമുക്ക് ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പ്രസ്താവന ഇവിടെ പറയുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്താലും നമ്മൾ ആ പഠിക്കുന്ന സമയത്തെ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ നോക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അല്ലേ ഈ ഒരു ഭാഗം പറയുന്നത്. ആയതിനാൽ അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന കേവലം ഊഹാപോഹങ്ങളിൽ നിന്നോ ശീലങ്ങളിൽ നിന്നോ ഉരുത്തിരിയുന്ന സാമാന്യ ബോധജ്ഞാനമാണ്. സാമാന്യ ബോധജ്ഞാനം ഇങ്ങനെ ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ എത്തിച്ചേർന്നത് എന്താണ്? സാമാന്യ ബോധജ്ഞാനം ഊഹാപോഹങ്ങളുടെയും ശീലങ്ങളെയെല്ലാം ആശ്രയിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രസ്താവനയാണ്, കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് എന്നൊരു സാമാന്യവൽക്കരിച്ച വിശ്വാസമാണ്. ഇത്തരം സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് നമ്മൾ വാർപ്പു മാതൃക അഥവാ സ്റ്റീരിയോ ടൈപ്പ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വാർപ്പു മാതൃകയിലൂന്നിയ പ്രസ്താവനയാണിതെന്ന് കാണാം. ഈ വാർപ്പു മാതൃക എല്ലാ കൗമാരക്കാരും നിയമങ്ങൾ അവഗണിക്കുന്നവരാണെന്നും ഉത്തരവാദിത്തം പ്രകടിപ്പിക്കാത്തവരാണെന്നുമുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്നുണ്ട്. വാസ്തവത്തിൽ കൗമാരക്കാർ വൈവിധ്യമാർന്ന ഒരു കൂട്ടമാണ്. പലരും ഉത്തരവാദിത്വ ബോധവും പരസ്പര ബഹുമാനവും പുലർത്തുന്നവരാണ്. എന്നാൽ ഇത്തരം വാർപ്പു മാതൃകയിലൂന്നിയ പ്രസ്താവനകൾ കൗമാരക്കാരോടുള്ള വിശ്വാസക്കുറവിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള തെറ്റായ അനുമാനങ്ങൾക്കും ഇത് ഇടയാക്കുന്നു. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പു മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ എത്തിച്ചേരിക്കുന്ന അനുമാനം എന്താണ്? നമ്മൾ സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് മാത്രമല്ല, ഈ ഒരു സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് പലപ്പോഴും വാർപ്പ് മാതൃകകളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാ കൗമാരക്കാരും ഇങ്ങനെയാണോ? അല്ല അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു പ്രസ്താവനയാണ്, വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന പ്രസ്താവന സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. പോഷകാഹാരങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാതെ ദൈനംദിന നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ പ്രസ്താവനകൾ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ആശയത്തെക്കുറിച്ചുള്ള ഭാഗിക ധാരണകൾ മാത്രമേ സാമാന്യ ബോധജ്ഞാനം സാധാരണയായി നൽകുന്നുള്ളൂ. സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് എന്താണ്? വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊരു ധാരണ നിലനിൽക്കുമ്പോഴും എന്താണ് പറയുന്നത്? ഈ ഒരു സാമാന്യ ബോധജ്ഞാനം ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല രൂപീകരിച്ചിട്ടുള്ളത് എന്നും നമുക്ക് ഈ ഒരു പ്രസ്താവന വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു പ്രസ്താവന, പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിച്ചു നോക്കൂ. അതൊരു വ്യക്തിഗത തിരഞ്ഞെടുപ്പ് മാത്രമായോ സ്ഥിരമായ പാർപ്പിടം ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത് മൂലമുള്ള പ്രശ്നമായോ ചിലർ ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർ താൽക്കാലികമായ സുരക്ഷയോ പാർപ്പിടങ്ങളോ തൊഴിൽ പരിശീലനമോ നൽകി ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാമെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തിനു പിന്നിൽ മറ്റു കാരണങ്ങളില്ലേ? അവ എന്തൊക്കെയായിരിക്കാം? അപ്പോൾ പാർപ്പിടമില്ലായ്മ എന്നൊരു കാരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രശ്നത്തിന് ചിലപ്പോൾ എന്തൊക്കെ കാരണങ്ങളുണ്ടാവും? സാമ്പത്തികമായ ഒരു സ്ഥിരത കൈവരിക്കാത്തത് കൊണ്ടായിരിക്കാം പാർപ്പിടമില്ലായ്മ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ തൊഴിലില്ലായ്മ കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സാമാന്യ ബോധജ്ഞാനത്തിൽ നോക്കുമ്പോൾ നമുക്കതൊരു വ്യക്തിഗത തിരഞ്ഞെടുപ്പ് മാത്രമായാണ് സ്ഥിരമായ പാർപ്പിടം ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, സാമ്പത്തിക അസ്ഥിരതയും തൊഴിലില്ലായ്മയും കൂടിയും കൊണ്ടാണ് ഈ ഒരു പാർപ്പിടമില്ലായ്മ എന്നൊരു പ്രശ്നം ഉള്ളത് എന്ന ഒരു സംഭവം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ സാമാന്യ ബോധജ്ഞാനം പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായും കണ്ടെത്തുന്നതിൽ നിന്ന് പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച 5 പ്രസ്താവനകളിലും പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം. സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? ഈ ഒരു സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമോ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്? ഈ ഒരു സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ പ്രശ്നങ്ങളെയോ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇനി സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ പറയുന്നുണ്ട്. സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ എന്തെല്ലാമാണ്? ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിച്ചിരിക്കുന്നു.
വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനമില്ല. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. അപ്പോൾ സാമാന്യ ബോധജ്ഞാനത്തിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലേ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്തതുകൊണ്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികളിലാണ്. അത് ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെ ആശ്രയിക്കുന്നു. വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനമില്ല. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. ഇതൊക്കെയാണ് ഈ ഒരു സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികളായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ അവയുടെ ശരിയായ പരിഹാരങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കില്ല. അനു തൻ്റെ അനുഭവക്കുറിപ്പിൽ പ്രശ്നങ്ങളുടെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചത് സാമാന്യ ബോധജ്ഞാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ നേരത്തെ ഒരു ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അനു കുറച്ച് അവരിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് സാമാന്യ ബോധജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു കാരണങ്ങൾ മാത്രമല്ല ശരിയെന്നാണ് ഇവിടെ പറയുന്നത്. താനും കുടുംബവും നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച അനുവിന് അവയ്ക്ക് കാരണമായി തോന്നിയത് പണത്തിൻ്റെ കുറവ് മാത്രമാണ്. എന്നാൽ അനുവിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മറ്റ് ധാരാളം ഘടകങ്ങളില്ലേ? അവ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ. അനുവിൻ്റെ കുടുംബത്തിന് സ്ഥിരമായ, ഇവിടെ പ്രശ്നങ്ങളും അതിൻ്റെ ഘടകങ്ങളും പറയുന്നുണ്ട്. അനുവിൻ്റെ കുടുംബത്തിന് സ്ഥിരമായ വരുമാന സ്രോതസ്സുകളില്ല. ഇതെന്താണ്? ഒരു സാമ്പത്തിക ഘടകമാണല്ലേ. അതുപോലെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നു. ഇതൊരു പാരിസ്ഥിതിക ഘടകമാണ്. മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ. ഇത് ബദൽ സംവിധാനം ഒരുക്കി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇടപെടുന്നതിൽ ഭരണകൂടത്തിൻ്റെ പരിമിതിയാണ് ഈ ഒരു മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ പറയുന്നത്. ഇതൊരു ഭരണപരമായ ഘടകമാണ്. വിഭിന്ന ഭൂമിശാസ്ത്ര മേഖലകളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊരു ഭൂമിശാസ്ത്രപരമായ അസമാനതകളാണ്. അപ്പോൾ പ്രശ്നങ്ങളും അവയുടെ ഏത് ഘടകമാണത്? സാമ്പത്തികപരമായ, പാരിസ്ഥിതികപരമായ, ഭരണപരമായ, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ കാരണമാണ് അനുവിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സാമ്പത്തികം, പാരിസ്ഥിതികം, ഭരണപരം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ തുടങ്ങിയ ഘടകങ്ങൾ അനുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് കാരണമാകുന്നു എന്ന് കാണാം. പണത്തിൻ്റെ ദൗർലഭ്യം മാത്രമല്ല അനുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെന്നും നിരവധിയായ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി അതിന് പിന്നിലുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് സാമൂഹിക ഘടകങ്ങൾ? വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹിക ഘടകങ്ങൾ ഉൾപ്പെടുന്നവയാണല്ലേ. ഓക്കെ. അനുവിൻ്റെ വ്യക്തിപരമായ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിൻ്റെ പിന്നിലും സാമൂഹികമായ ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കും. അവയെ തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാൻ കഴിയൂ. നിങ്ങൾക്ക് സമീപകാലത്തുണ്ടായ ഒരു വ്യക്തിഗത പ്രശ്നം കുറിക്കുക. അവയെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിഗത പ്രശ്നമായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് പഠന സമ്മർദ്ദം നമുക്കൊരു വ്യക്തിഗത പ്രശ്നമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പഠന സമ്മർദ്ദത്തിനുള്ള സാമൂഹിക ഘടകങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിൻ്റെയും അമിത പ്രതീക്ഷ, സഹപാഠികൾ തമ്മിലുള്ള അനാരോഗ്യകരമായ മത്സരം, കാഠിന്യമേറിയ പരീക്ഷാ സമ്പ്രദായം, മാധ്യമങ്ങളുടെ സ്വാധീനം, സാമ്പത്തിക ഘടകങ്ങൾ, ഇവയെല്ലാം നമുക്കൊരു പഠന പ്രശ്നത്തിൻ്റെ സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ്. ഒരു വ്യക്തിഗത പ്രശ്നം പറയുകയാണെങ്കിൽ നമുക്ക് തൊഴിലില്ലായ്മ നോക്കാം. തൊഴിലില്ലായ്മയുടെ സാമൂഹിക ഘടകങ്ങൾ എന്തെല്ലാമാണ്? ശാസ്ത്രീയമായ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത, സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ, ജനസംഖ്യ വർധനവ്, തൊഴിലവസരങ്ങളുടെ അപര്യാപ്തത, പ്രാദേശിക അന്തരം, സ്വകാര്യ ജോലികളേക്കാൾ സർക്കാർ ജോലികളോടുള്ള അമിത താല്പര്യവും പരിഗണനയും. ഇത്തരത്തിലുള്ള സാമൂഹിക ഘടകങ്ങളെല്ലാം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? തൊഴിലില്ലായ്മയെ സ്വാധീനിക്കുന്നവയാണല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വ്യക്തിഗത പ്രശ്നം നോക്കുകയാണെങ്കിൽ നമുക്ക് രോഗാതുരത നോക്കാം.
രോഗാതുരത നോക്കുകയാണെങ്കിൽ അതിൻ്റെ സാമൂഹിക ഘടകങ്ങളിൽ വരുന്നത് സാമ്പത്തിക അസമത്വം, ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ കുറവ്, ആരോഗ്യ സാക്ഷരതയുടെ കുറവ്, അനാരോഗ്യവും സുരക്ഷിതവുമല്ലാത്ത തൊഴിലിടങ്ങൾ, മാനസികാരോഗ്യക്കുറവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഈ ഒരു രോഗാതുരതയുടെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വ്യക്തിഗത പ്രശ്നങ്ങൾക്കും അവയെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾക്കും 3 ഉദാഹരണങ്ങൾ വീതം പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങൾ പിന്നിൽ നിരവധി സാമൂഹിക ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ. ഈ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളും പ്രത്യാഘാതങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ സാമൂഹിക വിശകലനം അഥവാ സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിർദ്ദേശം നൽകുന്നതിനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി എന്താണെന്ന് നോക്കാം. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു കോൾ മാക്സ്, എമിൽ ദുർക്കീം, മാക്സ് വെബർ തുടങ്ങിയവർ. സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടന തുടങ്ങിയവ. സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് സാമൂഹിക ബന്ധങ്ങൾ? സമൂഹത്തിലെ വ്യക്തികൾ അവർ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങളാണ്. എന്തിലൂടെ? ഇടപെടലുകളിലൂടെ എല്ലാം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങളെയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്. ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം, കരുതൽ, വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദങ്ങളിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ എന്നിവയുമെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. സാമൂഹിക ബന്ധങ്ങളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളെ ഒരു സുസ്ഥിരമാക്കാൻ, നിയന്ത്രിക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട് സമൂഹം സ്ഥാപിക്കുന്ന ഒരു ക്രമങ്ങളുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ ചട്ടക്കൂടിനെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സ്വാംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ഒരു സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ്? കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ. ഇവയെല്ലാം എന്താണ്? സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണല്ലേ. ഇനി വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ് എന്ന് പറയുന്നുണ്ട്. സമൂഹത്തിലെ വഴക്കങ്ങൾ, ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാൻ ഇവ സഹായിക്കുന്നുണ്ട്. അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ വിവിധ ഘടകങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസ് 1959 ആരാണ്? ചാൾസ് റൈറ്റ് മിൽസ് 1959 രചിച്ച ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഒരു സമൂഹശാസ്ത്ര സങ്കല്പം എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? 1959 ചാൾസ് റൈറ്റ് മിൽസ് എന്നൊരു സമൂഹശാസ്ത്രജ്ഞൻ, അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞൻ രചിച്ച ഒരു പുസ്തകമുണ്ടായിരുന്നു. അതാണ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്.
വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു സങ്കല്പനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ് പറയുന്നത്? വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു സങ്കല്പനത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പനം വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു ഭാഗമാണ് സമൂഹശാസ്ത്ര സങ്കല്പനവും സാമൂഹിക വിശകലനവും, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ്. എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പനത്തിലൂടെ കണ്ടെത്താൻ കഴിയും. സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനയുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിത അവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. അതിലൊന്നാമത്തെ വ്യക്തിഗത വീക്ഷണം വിശാലമാക്കുന്നു. അതിലൊന്നാണ് എന്താണ്? വ്യക്തിഗത വീക്ഷണം വിശാലമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരാൾ വാഹന അപകടത്തിൽ പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണോ? അല്ല അല്ലേ? അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി വാഹനാപകടത്തിൽ പെടുന്നത്? ട്രാഫിക് നിയമം ചിലപ്പോൾ ലംഘിച്ചിട്ടുണ്ടാവും, വാഹനങ്ങളുടെ പെരുപ്പം കാരണമായിരിക്കും, ജനസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സഞ്ചാര സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിയമ സംവിധാനത്തിൻ്റെ തന്നെ വീഴ്ചയായിരിക്കും, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമായിരിക്കും. അപ്പോൾ നിരവധി കാരണങ്ങൾ നമുക്ക് ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ കാരണമായിട്ട് പറയാൻ പറ്റും അല്ലേ? വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടനകൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നതിനും വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹ സങ്കല്പത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടനകൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ആത്മഹത്യാ നിരക്കും സമൂഹവും. എന്താണ് ഇതിൽ പറയുന്നത്? ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർക്കിയും അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. തൻ്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത്. അപ്പോൾ എമിൽ ദുർക്കിം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആത്മഹത്യയെക്കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഒരു ആത്മഹത്യകൾക്ക് കാരണം എന്താണ്? വ്യക്തിപരമായ കാരണങ്ങൾ മാത്രമല്ല, ഇതിന് സാമൂഹിക കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. അടുത്ത നമ്മളിപ്പോൾ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? സമൂഹശാസ്ത്ര സങ്കല്പനവും സാമൂഹിക വിശകലനവുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിലൊന്നാമത്തെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതാണ് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, കോളം കൊടുത്തിട്ടുണ്ട്. ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് കൊടുത്തിട്ടുള്ളത്. 2017 മുതൽ 2023 വരെയുള്ളത്. 2017 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം. വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ് ശ്രദ്ധിച്ചല്ലോ. എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. 2017-18 കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 75.1 സ്ത്രീകളുടേത് 21.1 2018-19 കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 74.9 സ്ത്രീകളുടേത് 21.6 എന്നാൽ നമുക്ക് 2022-23 കാലഘട്ടം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 77.4 സ്ത്രീകളുടേത് 31.6 മാറിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? 2017-18 കാലഘട്ടത്തിൽ നിന്നും 22-23 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ വലിയൊരു മാറ്റമാണല്ലേ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റ് ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ചിന്തിക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്തമുള്ളവരായി പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകളെന്നും അതോടൊപ്പം കണക്കാക്കുന്നുണ്ട്. സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ലിംഗപദവി അടിസ്ഥാനപ്പെടുത്തിയുള്ള വഴക്കമാണിത്, അഥവാ ജെൻഡർ നോംസ്. ഇത് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നു. ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് സംഭവിക്കുന്നതിനും കാരണമാകുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗപദവി വിടവിന് കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ ഘടകങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും നമുക്ക് സമൂഹശാസ്ത്ര സങ്കല്പത്തെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റാണ് സമൂഹശാസ്ത്ര സങ്കല്പനത്തിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നതാണ് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. എന്താണ് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു? ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സംസാരിച്ച വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഞാൻ ചിത്രരചന ഒരു ജോലിയായി സ്വീകരിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ക്രമേണ ഞാനും തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയറാകാൻ തീരുമാനിച്ചു. എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ എഞ്ചിനീയർ ആയത് എന്ന ധാരണയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാൻ അതിൽ തൃപ്തനായിരുന്നില്ല. ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് എൻ്റെ മാത്രം തീരുമാനത്തിലല്ല എന്ന് എനിക്ക് മനസ്സിലായി. മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ അങ്ങനെ പലരുടെയും അഭിപ്രായം എന്നെ സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇഷാൻ എഞ്ചിനീയറിംഗ് ജോലി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ആരുടെയൊക്കെ സ്വാധീനം കൂടി ഉണ്ടായിരുന്നുവെന്ന് ആണ് കണ്ടെത്തുന്നത്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാ സ്വാധീനം ഇതിൽ പറയുന്നുണ്ട് അല്ലേ. തൻ്റെ തീരുമാനത്തെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഇഷാന് ഈ കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത്. സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം അഥവാ സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാന് ഈ തിരിച്ചറിവ് ലഭിച്ചത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഓരോ വ്യക്തിക്കും അവരവരെക്കുറിച്ച് തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഇത് സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്കും സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും സമൂഹശാസ്ത്ര സങ്കല്പം ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നു. അപ്പോൾ വ്യക്തിക്ക് സ്വയം പ്രതിഫലിക്കാനുള്ള ഒരു അവസരം കൂടി സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ലഭിച്ചു എന്നാണ് ഈ ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തതാണ് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നുവെന്നും പഠനകാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വിചാരിക്കുക. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്താൻ സാധ്യതയുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ അലസതയായിരിക്കും, അല്ലെങ്കിൽ പഠന വൈകല്യമായിരിക്കും, താല്പര്യക്കുറവുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കുട്ടിയുടെ പഠനത്തിനുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ സ്കോർ ലഭിക്കുന്നതിനുള്ള കാരണമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്താൻ സാധിക്കുന്ന നിഗമനങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണത്? ഇത്തരത്തിലുള്ള നമുക്ക് വ്യക്തിപരമായ കാരണങ്ങളെ കൂടാതെ സാമൂഹിക ഘടകങ്ങളും കൂടി ആ ഒരു കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുടുംബ പശ്ചാത്തലം കാരണമായിരിക്കാം, അല്ലെങ്കിൽ വിഭവങ്ങളുടെ പ്രാപ്യത കുറവായിരിക്കാം, ആ കുട്ടിക്ക് പഠിക്കാനുള്ള
എന്താണ് മെറ്റീരിയൽസും ഒന്നും ഉണ്ടാവില്ല അല്ലേ, അതിൻ്റെയൊക്കെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, മാനസിക പ്രശ്നങ്ങളും ആയിരിക്കാം. ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കൂടുതൽ അനുതാപം ഉണ്ടാകുകയും ആ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കുന്നു. അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തി എടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സമൂഹശാസ്ത്ര സങ്കല്പനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി അടുത്ത പോയിൻ്റാണ് വിമർശനാത്മക ചിന്ത വളർത്തുന്നു. സമൂഹശാസ്ത്ര സങ്കല്പനത്തിൻ്റെ അടുത്ത ഒരു പ്രത്യേകതയാണ് വിമർശനാത്മക ചിന്ത വളർത്തുന്നു. പ്രിയ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, എന്താ നോക്കാം. പ്രിയ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മികച്ച തൊഴിലും ജീവിത സാഹചര്യങ്ങളും തേടി അവൾ നഗരത്തിലേക്ക് കുടിയേറി. പക്ഷേ അവിടെ ജോലി നേടാനും സുരക്ഷിതമായ താമസ സൗകര്യം കണ്ടെത്താനും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം അവൾക്ക് ഒരു ജോലി ലഭിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ ആ ജോലി നഷ്ടമായി. ഈ അവസരത്തിൽ പ്രിയ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടു. തനിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രം സംഭവിച്ച അല്ലെങ്കിൽ തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടാണ് പ്രിയ കരുതിയിരുന്നത്. എന്നാൽ തന്നെ പോലെ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി കുടിയേറ്റക്കാർ ആ നഗരത്തിലുണ്ടെന്ന് ലേബർ ഓഫീസിൽ വെച്ച് അവൾക്ക് മനസ്സിലായി. അവരുമായി ഇടപെട്ടും ലേബർ ഓഫീസ് മുഖേനയും കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രിയയ്ക്ക് ചില അറിവുകൾ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ ശ്രമിക്കുകയും കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ തുടങ്ങുകയും ചെയ്തു. ക്രമേണ അവൾക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വിമർശനാത്മക ചിന്ത വളർത്തുന്നു എന്നാണല്ലേ നമ്മൾ പറയുന്നത്. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ജോലി സംബന്ധമായി കുടിയേറിയ പ്രിയ എന്ന വ്യക്തിയുടെ അനുഭവമാണിത്. പ്രിയ അനുഭവിക്കുന്ന ഏതെല്ലാം വ്യക്തിഗത പ്രശ്നങ്ങളാണ് മറ്റു കുടിയേറ്റക്കാരുടേതായ പൊതുവായ പ്രശ്നങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്? സ്ഥിരം തൊഴിൽ ലഭിക്കുന്നതിലെ അനിശ്ചിതത്വം ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യത്തിൻ്റെ ലഭ്യത കുറവുണ്ട്. കുടിയേറുന്ന പ്രദേശത്തെ ഭാഷ, അതുപോലെ ഭക്ഷണം, സംസ്കാരം എന്നിവയുമായെല്ലാം പൊരുത്തപ്പെടാനുള്ള ഒരു പ്രയാസവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും കുടിയേറ്റക്കാർ മൊത്തം അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. പുതിയ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതിന് ക്രിയാത്മകമായി ഇടപെട്ടപ്പോൾ കുടിയേറ്റക്കാരുടെ മിക്ക പ്രശ്നങ്ങളും സമാനമാണെന്ന് വിമർശനാത്മക ചിന്തയിലൂടെ പ്രിയയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. വ്യക്തിഗത പ്രശ്നത്തിൽ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്താനും അവൾക്ക് കഴിഞ്ഞു. അതിലൂടെ തൻ്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ പ്രിയയ്ക്ക് സാധിച്ചു. കൂടെ മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും ഇത്തരത്തിൽ വിവിധ സാമൂഹിക ഘടകങ്ങൾ വ്യക്തിജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ വിമർശനാത്മക ചിന്തയിലൂന്നിയ സമൂഹശാസ്ത്ര സങ്കല്പം വ്യക്തികളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു വിമർശനാത്മക ചിന്ത വളർത്താൻ സമൂഹശാസ്ത്ര സങ്കല്പം വ്യക്തികളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ അടുത്തൊരു പോയിൻ്റായിട്ട് വരുന്നതാണ് ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്താണ് ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു? ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മാനസികാരോഗ്യ സെമിനാറിൻ്റെ ഒരു ചിത്രമാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പട്ടണത്തിലാണ് റിനു താമസിക്കുന്നത്. സംതൃപ്തമായ ജോലിയും കുടുംബവുമുള്ള അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളുമില്ല എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ റിനുവിന് പലപ്പോഴും അകാരണമായ ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെടുമായിരുന്നു. ഇത് ആരോടെങ്കിലും പങ്കുവച്ചാൽ മറ്റുള്ളവർ തനിക്ക് മാനസിക രോഗമാണെന്ന് കരുതുമെന്നും തന്നെ ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം ഭയന്നു. അതിനാൽ റിനു അത് ആരെയും അറിയിച്ചില്ല. ഒരിക്കൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടെ നടന്ന ചർച്ചകളിൽ നിന്നും മാനസികാരോഗ്യ വിദഗ്ധരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യമെന്ന് റിനു തിരിച്ചറിഞ്ഞു. മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗുണാത്മകമല്ലാത്ത ചില വഴക്കങ്ങളും മുൻധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് തൻ്റെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹം സുഹൃത്തുക്കളോട് പങ്കുവച്ചു. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക ബോധം സൃഷ്ടിക്കാൻ റിനുവും സുഹൃത്തുക്കളും ഒന്നിച്ച് പ്രവർത്തിക്കാനും ആരംഭിച്ചു. അപ്പോൾ ഇതെന്താണ്? റിനുവിൻ്റെ അനുഭവമാണല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിനുവിൻ്റെ അനുഭവം വായിച്ചല്ലോ. ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം എന്നും നമുക്ക് മനസ്സിലായി. ഈ ഒരു അവബോധം മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകുമെന്ന് പറയുന്നുണ്ട്. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനന്തരഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. അപ്പോൾ സമൂഹശാസ്ത്ര സങ്കല്പം എന്തിനു കൂടി സഹായിക്കുന്നുണ്ട്? കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ,
തുടങ്ങിയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ അവയുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനന്തരഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാൻ കഴിയും. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ ഈ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യമല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സാമാന്യ ബോധജ്ഞാനത്തിൽ കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്കപ്പുറം പ്രശ്നങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കണം. വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയമായി കാണുന്നതിന് പകരം സാമൂഹിക പ്രശ്നമായി തിരിച്ചറിയാൻ സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തി നൽകുന്നു. വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. ഇതിലൂടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് കൂടുതൽ ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകമാകും. അങ്ങനെ മാറ്റത്തിനായി പ്രവർത്തിക്കാനും സാമൂഹിക നയങ്ങൾ രൂപപ്പെടുത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകളായിട്ട് നമ്മൾ ഇത്രയും പോയിന്റുകളെല്ലാം പറഞ്ഞു. എന്തൊക്കെയാണ് അതൊന്നും കൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വിശാലമായ വ്യക്തിഗത വീക്ഷണം ഉണ്ടാക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, സ്വയം പ്രതിഫലനത്തിന് സഹായിക്കുന്നു, അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നുണ്ട്, വിമർശനാത്മക ചിന്ത നമുക്ക് ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ട്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു സമൂഹശാസ്ത്ര സങ്കല്പനത്തിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗമാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പനവും, കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നമുക്ക് നോക്കാം. സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ്. സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പനവും. ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ്. ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപെടാനും സാമാന്യ ബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ നിലപാടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനും കഴിയുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് സാമൂഹ്യ ബോധജ്ഞാന സമീപനത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പനത്തിൻ്റെയും വ്യത്യാസങ്ങളാണ്. സാമാന്യ ബോധജ്ഞാന സമീപനത്തിൽ വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലും വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നു. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പന സമീപനമോ വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വലുതാണ് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണമാണ് സാമാന്യ ബോധജ്ഞാന സമീപനം നൽകുന്നു എങ്കിൽ സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ് സമൂഹശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെ ചെയ്യുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെ. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി തന്നെ ചിന്തിക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സ്ഥൂല ബന്ധങ്ങൾ കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വ്യക്തിജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണിയും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പട്ടികയാണ്. എന്താണ് ഈ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത്? സാമൂഹിക പ്രശ്നങ്ങളുടെ കാരണങ്ങളെ സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെയും അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെയും കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് കുറച്ച് സാമൂഹിക പ്രശ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെയും സമൂഹശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നമാണ് ദാരിദ്ര്യം. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ സാമാന്യ ബോധജ്ഞാന സമീപനത്തിൽ കൊടുത്തിട്ടുണ്ട് കഠിനാധ്വാനത്തിനുള്ള താല്പര്യമില്ലായ്മയാണ് കാരണം. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയായിരിക്കും സാമാന്യ ബോധജ്ഞാന സമീപന പ്രകാരം ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്? അലസത, അതുപോലെ തന്നെ
ഗുണകരമല്ലാത്ത തിരഞ്ഞെടുപ്പ്, സ്വാഭാവികമായ അവസ്ഥ. ഇതൊക്കെയാണ് സാമൂഹ്യ ബോധജ്ഞാന സമീപനത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നവ. അതുപോലെ ഇനി സമൂഹശാസ്ത്ര സങ്കല്പന സമീപപ്രകാരം നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം വിഭവങ്ങളുടെ അസമമായ വിതരണം, ഘടനാപരമായിട്ടുള്ള അസമത്വങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ, പൊതുനയങ്ങളിലെ അപാകതകൾ, സമ്പത്ത് കുറച്ചുപേരുടെ കൈകളിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നത്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പൊതുനയങ്ങൾ. ഇത്തരം കാര്യങ്ങളെയെല്ലാം നമുക്ക് സമൂഹശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് തൊഴിലില്ലായ്മ. അപ്പോൾ ഈ തൊഴിലില്ലായ്മയ്ക്ക് സാമൂഹ്യ ബോധജ്ഞാന സമീപനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാരണങ്ങളിൽ ഒന്നാണ് അലസത. അപ്പോൾ ഈ അലസത എന്ന് വെച്ചാൽ സാമൂഹ്യ ബോധജ്ഞാന പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണമാണ്. അതുപോലെ തന്നെ നൈപുണികളുടെ അഭാവം, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, വ്യക്തിഗത പരാജയം. ഇതെല്ലാം നമുക്ക് സാമൂഹ്യ ബോധജ്ഞാന സമീപനത്തിലൂടെ പറയാൻ സാധിക്കുന്ന കാരണങ്ങളാണ്. ഇനി സമൂഹശാസ്ത്ര സങ്കല്പന പ്രകാരം നമുക്ക് പറയാം ജനസംഖ്യാ വർധനവ് ഒരു കാരണമാണ് തൊഴിലില്ലായ്മയ്ക്ക്. അതുപോലെ സാമ്പത്തിക നയങ്ങളിലുള്ള മാറ്റങ്ങൾ, സാങ്കേതിക മാറ്റങ്ങൾ, സാമൂഹിക അസമത്വം, സർക്കാർ നയങ്ങൾ, ചരിത്ര പശ്ചാത്തലം, ഇവയെല്ലാം നമുക്ക് എന്തിനു കാരണമായിട്ട് പറയാൻ പറ്റും? സമൂഹശാസ്ത്ര സങ്കല്പന സമീപന പ്രകാരം തൊഴിലില്ലായ്മയുടെ കാരണങ്ങളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നവയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സാമൂഹിക പ്രശ്നമാണ് പഠന സമ്മർദ്ദം. പഠന സമ്മർദ്ദത്തിന് സാമാന്യ ബോധജ്ഞാന പ്രകാരം നമുക്ക് പറയാം പരാജയപ്പെടുമെന്ന ഭയം കാരണമായിരിക്കാം, അതുപോലെ തന്നെ അലസത കൊണ്ടായിരിക്കാം, സമയക്രമീകരണത്തിലെ അപാകത കൊണ്ടും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, അതുപോലെ കുടുംബങ്ങളുടെ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ. ഇതെല്ലാം നമുക്ക് ഈ സാമാന്യ ബോധജ്ഞാന സമീപന പ്രകാരം പഠന സമ്മർദ്ദത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയാൻ സാധിക്കും. ഇനി സമൂഹ സങ്കല്പന സമീപന പ്രകാരം പഠന സമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പഠന സമ്മർദ്ദത്തിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം ഉയർന്ന സ്കോർ നേടാൻ വിദ്യാലയത്തിൽ നിന്നുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടായിരിക്കാം, സാമ്പത്തിക ഘടകങ്ങൾ കൊണ്ടായിരിക്കാം, സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ, ഘടനാപരമായ അസമത്വങ്ങൾ, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് സമൂഹശാസ്ത്ര സങ്കല്പന സമീപന പ്രകാരം നമുക്ക് പഠന സമ്മർദ്ദത്തിൻ്റെ കാരണങ്ങളായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടാണുള്ളത്. ഇത്രയാണ് ഈ ഒരു പട്ടികയിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്? ഒരേ സാമൂഹിക പ്രശ്നത്തെ തന്നെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെയും സമൂഹശാസ്ത്ര സങ്കല്പനത്തിലൂടെയും സമീപിക്കുമ്പോൾ സമൂഹശാസ്ത്ര സങ്കല്പന സമീപനമാണ് കൂടുതൽ വിശാലവും അതുപോലെ തന്നെ ആധികാരികത പുലർത്തുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട് എന്നും നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ ഓൾ, താങ്ക് യു.